ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CGL 2024 അച്ചീവേഴ്സ് ബാച്ചിന്റെ ക്ലാസ്സുകളാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ കുറേ ക്ലാസ്സുകൾ അച്ചീവേഴ്സ് ബാച്ചിന്റെ അടിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ CGL 2024 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് നമ്മൾ CGL 2027 പ്ലേലിസ്റ്റിൽ ഫൗണ്ടേഷൻ, അതായത് ബേസിക് ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ റാങ്ക് മേക്കിംഗ് സീരീസ് ക്വസ്റ്റ്യൻസ് ചെയ്തു. ബേസിക് ക്ലാസ്സുകൾ ഒരുപാട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇപ്പൊ നമ്മൾ അച്ചീവേഴ്സ് ബാച്ച് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ മുതലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ CGL 2024 CGL 2023 പ്ലേലിസ്റ്റ് എടുത്തിട്ട് അതിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ അച്ചീവേഴ്സ് ബാച്ചിൽ മെയിൻ ആയിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. CGL വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡിഫിക്കൽട്ടി ലെവലും ചിലതിന് കൂടുതലായിരിക്കും, ചിലതിന് കുറവായിരിക്കും. അപ്പൊ കഴിഞ്ഞ സിമ്പിൾ ഇൻഡസ്ട്രി കോമ്പൗണ്ട് ടെസ്റ്റ് ക്ലാസ്, അതിന് മുന്നത്തെ ടൈം ആൻഡ് വർക്ക് ആൻഡ് പൈപ്പ് ആൻഡ് സിസ്റ്റം ക്ലാസ്, അതിലൊക്കെ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ പ്രീവിയസ് CGL വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ ലെവലിൽ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പൊ ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ എക്സാമിന്റെ ആ ഒരു പ്രഷറിന്റെ സമയത്ത് നമ്മൾ ടൈം മാനേജ് ചെയ്ത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ അച്ചീവേഴ്സ് ബാച്ചിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണം, അതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയണം. അത് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ആ ഒരു ടോപ്പിക്കിന്റെ പേര് കൊടുത്തിട്ട് ദിശ അക്കാഡമി സെർച്ച് ചെയ്താൽ അതിന്റെ ക്ലാസ് നിങ്ങൾക്ക്, ബേസിക് ക്ലാസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതെടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവും. അല്ലാതെ ഇത് മാത്രം ആദ്യം പഠിക്കുന്നവർക്ക് ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അത് നിങ്ങളുടെ മെത്തേഡ് ആക്കി മാറ്റാനും പ്രയാസമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് ഈ പ്ലേലിസ്റ്റുകളും ആ ക്ലാസ്സുകൾ വേണ്ടെന്നുള്ളവർ സെർച്ച് ചെയ്ത് അങ്ങനെ കണ്ടിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ട് കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇതെല്ലാം നിങ്ങളുടെ എക്സാമിന് വളരെ വേണ്ടുന്ന കാര്യമാണ്. ഓക്കെ, ഇത് അച്ചീവേഴ്സ് ബാച്ച് എന്ന് പറയുന്നത് ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഫൗണ്ടേഷനിലോട്ട് പോകാൻ പറ്റത്തില്ല. ആ ക്വസ്റ്റ്യൻസ്, മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. യെസ്, അപ്പോൾ ഇന്ന് നമ്മൾ ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ്. CGL കോഴ്സ് നിങ്ങൾക്ക് നോക്കിയിട്ട്, എല്ലാ എക്സാംസിനുള്ള കോഴ്സുകളുണ്ട്. CGL കോഴ്സ് നിങ്ങൾക്ക് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ CGL അല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് CGL വേണ്ടി ഇപ്പോഴേ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകാവുന്നതാണ്. ക്ലാസ്സുകളെല്ലാം അതിൽ ഡെമോ ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് അത് കണ്ട് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനുള്ളൊരു അവസരമാണ്. യെസ്, ഇത് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമ്മൾ ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള CGL ചോദിച്ചിട്ടുള്ള SSC എക്സാംസിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കണ്ട് അറിയാവുന്നവരാണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കൂടുതൽ എളുപ്പവും, അല്ലെങ്കിൽ ഈ പറയുന്നത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസവും, സ്പീഡായിട്ട് തോന്നും. ഓക്കെ, അപ്പൊ അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ്. അത് കണ്ടിട്ട് അത് ക്ലിയർ ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നോക്കേ. എ തീഫ് സ്റ്റീൽസ് ആൻ ഐറ്റം ആൻഡ് എസ്കേപ്സ് റണ്ണിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 15 km/h. A policeman arrives at the spot of the crime after 4 minutes and immediately starts chasing the thief. 16 minutes after the policeman started to chase the thief, there is still a gap of 200 meters between two. At what distance from the spot of the crime will the policeman catch up the thief and what is the speed of the police? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്താ അവർ പറയുന്നത്? ഒരു കള്ളൻ ഒരു ഐറ്റം എടുത്തിട്ട് എന്ത് ചെയ്യാണ്? ഓടുവാണ്. 15 സ്പീഡുണ്ട്. 1 മണിക്കൂർ 15 കിലോമീറ്റർ പോകുന്നുണ്ട്. പോലീസ്മാൻ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എത്തി 4 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. അതായത് ഇവിടെ ക്രൈം നടന്ന സ്ഥലമാണെങ്കിൽ അയാള് 4 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എത്തിയത്. അപ്പൊ 4 മിനിറ്റത്തേക്ക് ആര് ഓടുന്നുണ്ട്? നമ്മുടെ തീഫ് ഓടുന്നുണ്ട്. തീഫ് ഓടി 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി. അപ്പൊ 1 മണിക്കൂർ 60 മിനിറ്റിൽ 15 കിലോമീറ്റർ ആണ് ആര് പോകുന്നത്? നമ്മളുടെ തീഫ് പോകുന്നത്. ഇവിടെ മീറ്ററിലാക്കാം. 60 മിനിറ്റിൽ 1 മണിക്കൂറിൽ 15 കിലോമീറ്റർ/h എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 15 കിലോമീറ്റർ എന്ത് ചെയ്യും? ആ ഒരു തീഫ് ഓടും. അപ്പൊ 60 മിനിറ്റിൽ 15 പോകും. 60 മിനിറ്റിൽ 15 പോകും. അപ്പം റേഷ്യോ എടുക്കുമ്പോൾ 4 മിനിറ്റിൽ എത്ര പോകും? 1 കിലോമീറ്റർ പോകും. 4 മിനിറ്റിൽ, അതായത് 60 മിനിറ്റിൽ 15 പോകും. നമ്മൾ ഒന്നാക്കണമെങ്കിൽ 60നെ 4 ആക്കണമെങ്കിൽ ബൈ 15 ചെയ്യാം. അപ്പൊ ഇവിടെ ബൈ 15 ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ബൈ 15 ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് പറയാം? 4 മിനിറ്റിൽ. ഇതാണ് നമ്മളുടെ മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലാതെ ചുമ്മാ എക്സും വൈ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ 60 മിനിറ്റിൽ 15 കിലോമീറ്റർ ഓടുന്ന ആ ഒരു തീഫ് 4 മിനിറ്റിൽ എത്ര ഓടും? 60/15 ആണ് 4. 15/15 1 കിലോമീറ്റർ എന്ത് ചെയ്യും? ഓടിക്കണം. അതായത് ഈ ക്രൈം നടന്ന സ്പോട്ടിൽ നിന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. 1 കിലോമീറ്റർ എന്ത് ചെയ്താണ്? ഓടിക്കണം. ഈ 4 മിനിറ്റിൽ 1 കിലോമീറ്റർ ഓടിക്കണം. ഇത്രയും വരെ ഡേറ്റ നമുക്ക് കിട്ടി. 16 മിനിറ്റ്സ് ആഫ്റ്റർ ദ പോലീസ്മാൻ സ്റ്റാർട്ടഡ് ടു ചേസ് ദ തീഫ്. 16 മിനിറ്റ് കഴിഞ്ഞിട്ട് there is still a gap of 200 meter between the two. അതായത് 16 മിനിറ്റ്സ് ആഫ്റ്റർ ദ പോലീസ്മാൻ സ്റ്റാർട്ടഡ്, സ്പീഡാണ്, 16 മിനിറ്റ്സ് ആഫ്റ്റർ ദ പോലീസ്മാൻ സ്റ്റാർട്ടഡ് ടു ചേസ് ദ തീഫ്. അപ്പൊ ഇവിടെ എത്തിയിട്ട് 4 മിനിറ്റ് കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്തു? പിന്നെ 16 മിനിറ്റ്. അപ്പൊ ഇവിടുന്ന്
നമ്മുടെ തീഫ് 4 മിനിറ്റിൽ 1 കിലോമീറ്റർ എത്തി. പിന്നെ എന്ത് ചെയ്തു? പിന്നെ 16 ഇവൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവൻ ഇവിടുന്ന് ആയിരിക്കും ഓടി. ഇയാൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുക, 15 കിലോമീറ്റർ പെർ ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ അടുത്ത 16 മിനിറ്റ്, നെക്സ്റ്റ് 16 മിനിറ്റ്. അപ്പൊ നെക്സ്റ്റ് 16 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇവ എവിടെ എത്തി? 16 മിനിറ്റ് 4 മിനിറ്റിൽ 1 കിലോമീറ്റർ ആവുന്നെങ്കിൽ 16 മിനിറ്റിൽ 4 ഗുണം 4 ആണ്, 1 ഗുണം 4, 4 കിലോമീറ്ററോട് എന്ത് ചെയ്തു? അയാൾ പോയി 4 കിലോമീറ്ററോട് പോയി. ഇനി എന്താ പറയുന്നത്? എന്നിട്ടും 200 മീറ്ററിന്റെ ഗ്യാപ്പ് ഉണ്ടായി. അതിന്റെ അർത്ഥം എന്താ? പോലീസ്മാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് എപ്പോ? 4 മിനിറ്റ് കഴിഞ്ഞിട്ട് 16 മിനിറ്റത്തേക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ പോലീസ്മാൻ ഓടി 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 ഇവൻ എത്രയായി? ഇവൻ ഈ ക്രൈം നടന്ന സീനിൽ നിന്നും 5 കിലോമീറ്റർ ദൂരെയായി. പോലീസ്മാൻ എത്ര എത്താൻ പറ്റുള്ളൂ? 4.8 കിലോമീറ്റർ എത്താൻ പറ്റുള്ളൂ. അല്ലേ അതിന്റെ അർത്ഥം? അതായത് അവരുടെ ഗ്യാപ്പ് ആ ഒരു സെയിം. പോലീസ്മാൻ 16 കിലോമീറ്റർ ഓടി, 16 മിനിറ്റ് ഓടി, മറ്റവൻ 20 മിനിറ്റ് ഓടിയിട്ടുണ്ട്. ഓക്കെ, ക്രൈം സീനിൽ നിന്നും 20 മിനിറ്റ് അവൻ ഓടിയിട്ടുണ്ട്, പോലീസ്മാൻ 16 മിനിറ്റ് ഓടിയിട്ടുള്ളൂ. അപ്പോൾ അവരുടെ ആ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇപ്പൊ ടോട്ടൽ ഇത് 5 കിലോമീറ്റർ, 1 കിലോമീറ്റർ 4 കിലോമീറ്റർ. മനസ്സിലാക്കാൻ വേണ്ടി എത്ര സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വളരെ സ്പീഡിൽ നമുക്ക് ചെയ്യാം. അപ്പൊ 5 കിലോമീറ്റർ ടോട്ടൽ തീഫ് എത്തി. ഇവൻ 4.8 എത്തിയുള്ളൂ, പോലീസ് എത്തിയുള്ളൂ. ആ ഗ്യാപ്പാണ് 200 മീറ്റർ. 4.8 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 4800 മീറ്റർ ആണ്. ഇൻറ്റു 1000 ചെയ്തത്. ഇത് 5000 മീറ്റർ ആണ്. 5 കിലോമീറ്റർ ആണ് ഇവിടെ ഉള്ള പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് 200 മീറ്റർ. At what distance from the spot of the crime will policeman catch up the thief and what is the speed of the policeman? ഓക്കെ, അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ക്രൈം സ്ഥലത്ത് നിന്നും എപ്പോ പിടിക്കുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് 200 മീറ്റർ ആണ് ഉള്ളത്. ഓക്കെ, വേറെ എന്ത് വഴി ചെയ്യാം? ഓക്കെ, അപ്പൊ പോലീസ്മാന്റെ സ്പീഡ് കിട്ടുമല്ലോ. പോലീസ്മാൻ എത്ര? 4.8 കിലോമീറ്റർ നമ്മളുടെ സ്പീഡ് കിട്ടും. 4.8 കിലോമീറ്റർ ആണ് ആര് ഓടിയത്? നമ്മളുടെ പോലീസ്മാൻ ഓടിയത് 4.8 കിലോമീറ്റർ ആണ് ഓടിയത്. എത്ര സമയം കൊണ്ട് ഓടിയത്? 16 മിനിറ്റ് കൊണ്ട്. 16 മിനിറ്റിനെ മണിക്കൂറാക്കാൻ ബൈ 60 ആണ്. മിനിറ്റിനെ മണിക്കൂറാക്കാൻ ബൈ 60 ആണ്. അപ്പൊ ഇവിടെ ബൈ 60, അത് മേളിൽ എന്ത് വരും? ഇൻറ്റു 60 ആവും. 16 3 ഓക്കെ, 3 6 18 കിലോമീറ്റർ പെർ അവർ വരുന്നുണ്ട്. സ്പീഡ് ഓഫ് ദ പോലീസ് എത്ര? 18 കിലോമീറ്റർ പെർ. 18 കിലോമീറ്റർ പെർ അവർ നമുക്ക് ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബിയിൽ നമുക്ക് 18 കിലോമീറ്റർ പെർ അവർ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഓപ്ഷൻ ബി മാർക്ക് ചെയ്യാം. വേറെ ഈ ആൻസർ ബാക്കി എല്ലായിടത്തും വ്യത്യാസമായതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ബി മാർക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അതിന്റെ ആൻസറോട് നോക്കാം. അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ സ്പോട്ട് ഓഫ് ക്രൈം വിൽ ദ പോലീസ്മാൻ ക്യാച്ച്? അപ്പോൾ ഇനി എത്ര ദൂരം ഉണ്ട് ഇവർ തമ്മിൽ? 4.8 5 ആണ്, 5 കിലോമീറ്റർ ആണ്. 200 മീറ്ററിന്റെ ഡിഫറൻസ് ഉണ്ട്. 200 മീറ്റർ എത്ര സമയം കൊണ്ട്? എത്ര സമയം എടുക്കും 200 മീറ്റർ അവർ കവർ ചെയ്യാൻ വേണ്ടി? രണ്ടുപേരുടെ കണ്ടുകൂട്ടാൻ മതി. രണ്ടുപേരുടെ കൂടെ റിലേറ്റീവ് സ്പീഡ് ഒരാൾ 15-ലും പോകുന്നു, ഒരാൾ 12-ലും പോകുന്നു. എത്രയാണ് അവരുടെ റിലേറ്റീവ് സ്പീഡ്? രണ്ടുപേരും ഒരേ ഡയറക്ഷൻ അവിടുന്ന്. അതായത് 3 കിലോമീറ്റർ പെർ അവർ വെച്ച് എന്ത് ചെയ്യും? നമ്മളുടെ 3 കിലോമീറ്റർ പെർ അവർ. അപ്പൊ നമുക്ക് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാം, അല്ലെങ്കിൽ മണിക്കൂറാക്കിയാലും മതി. എന്തുകൊണ്ടും ചെയ്യാം. 200 മീറ്റർ അല്ലേ? 200 മീറ്റർ നമുക്ക് 0.2 കിലോമീറ്റർ തന്നെ എഴുതാം കേട്ടോ. എല്ലാം കിലോമീറ്ററിലാണ് വെച്ചു. അപ്പൊ 0.2 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ അവരുടെ റിലേറ്റീവ് സ്പീഡ് എത്ര? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് കണ്ടു വെച്ചാൽ ടൈം കിട്ടും. ഓക്കെ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ്, റിലേറ്റീവ് സ്പീഡ് 3 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ 0.2/3, അതായത് 2/30 മണിക്കൂർ. മിനിറ്റ് ആക്കുമ്പോൾ ഇൻറ്റു 60 ചെയ്യാം. അതായത് 2 4 മിനിറ്റ്. ഫർദർ ഒരു 4 മിനിറ്റ് കൂടെ എന്ത് ചെയ്യും? കഴിഞ്ഞിട്ടേ പിടിക്കത്തുള്ളൂ. ഫർദർ 4 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തീഫ് എവിടുന്നാ പോകുന്നത്? 4 മിനിറ്റ് കഴിഞ്ഞ്, അതായത് ഈ ഒരു പോയിന്റിൽ നിന്നും 4 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? അവനെ പിടിക്കത്തുള്ളൂ. അപ്പൊ 4 മിനിറ്റ് കൊണ്ട് ആരാ ക്രൈം സീനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെ എത്തുമ്പോൾ 5 കിലോമീറ്റർ ആണ് നമ്മളെ തീഫ് നിൽക്കുന്നത്. അപ്പൊ തീഫ് 4 മിനിറ്റ് പോകുന്ന എത്രയാണ്? 1 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ 4 മിനിറ്റ് കൂടെ പോകുമ്പോൾ എത്ര ആവും? 6 കിലോമീറ്റർ തീഫ് പോകും. അതായത് ആ ഒരു 4 മിനിറ്റിൽ ആര് പിടിക്കും? പോലീസ് ഈ കള്ളനെ പിടിക്കും. പക്ഷെ ഇതിന്റെ ഓൾറെഡി ഒരു വീഡിയോ, ഈ കള്ളനും പോലീസും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ, റിലേറ്റീവ് സ്പീഡിന്റെ വീഡിയോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് റിലേറ്റീവ് സ്പീഡ് അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റൻ ഒക്കെ വളരെ സ്പീഡ് ചെയ്യാം. എങ്ങനെ ഇത് ഞാൻ സ്പീഡ് ചെയ്യുമെന്ന് പറയാം. അപ്പൊ ഞാൻ ആദ്യമേ സ്പീഡ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. റിലേറ്റീവ് സ്പീഡിന്റെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റിലേറ്റീവ് സ്പീഡിന്റെ ക്ലാസ് CGL 2023 പ്ലേലിസ്റ്റിലുണ്ട്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. റിലേറ്റീവ് സ്പീഡ് ദിശ അക്കാഡമി CGL 2023. അത് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. റിലേറ്റീവ് സ്പീഡ് ദിശ അക്കാഡമി സെർച്ച് ചെയ്താൽ മതി. ഒരു 3/4 മണിക്കൂറിന്റെ ഒരു ക്ലാസ് ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ റിലേറ്റീവ് സ്പീഡിനായിട്ട് ബന്ധപ്പെട്ട ഇതേപോലത്തുള്ള എല്ലാ ക്വസ്റ്റനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ എന്താ നമ്മൾ ചെയ്തേ? ഇനി സ്പീഡിൽ എങ്ങനെ ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻ തുടക്കത്തിൽ വരുവാണെങ്കിൽ എങ്ങനെ ചെയ്യുന്നത്?
15 കിലോമീറ്റർ 1 മണിക്കൂർ പോകും. 4 മിനിറ്റ് ഓടി. 60 മിനിറ്റ് 15 ആണെങ്കിൽ ഒരു 4 മിനിറ്റിൽ 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ മുന്നെയാണ്. 16 മിനിറ്റ് കഴിഞ്ഞു. 16 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പറയുമ്പോൾ ടീഫ് 4 കിലോമീറ്റർ ഓടി. ടീഫ് ഇപ്പോൾ 5 കിലോമീറ്റർ നിൽക്കുന്നു. ഗ്യാപ്പ് 200 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 4.8 ആണ്. 4.8 കിലോമീറ്റർ ആണ് നമ്മുടെ പോലീസ് ഓടിയത്. 4.8 കിലോമീറ്റർ ഓടി എത്ര സമയം കൊണ്ട്? 16 മിനിറ്റ് കൊണ്ട്. 4.8/16 എന്ന് പറയുമ്പോൾ നമുക്ക് 0.3 4.8/16/60 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മണിക്കൂറിൽ കിട്ടും. അപ്പോൾ 4.8 ഇൻറ്റു 3 ഇൻറ്റു 6, അതായത് 18 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മളുടെ പോലീസിന്റെ സ്പീഡ്. അത് കാണുമ്പോൾ ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്തു? ഓപ്ഷൻ ബി മാർക്ക് ചെയ്തിട്ട് പോകാം. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തത് പറഞ്ഞത്. ഇത്രയും വഴി എഴുതിയിട്ട് നിങ്ങൾക്ക് ചെയ്തു പോകാം. പിന്നെ ആ ഒരു ഗ്യാപ്പ് പിന്നെ അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യാം? പിന്നെ അടുത്ത കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഒരു ടൈം എത്ര സമയം കൊണ്ട് ഇനി പിടിക്കും. അതായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. രണ്ടുപേരും നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കും. ഒരു 10 സെക്കൻഡ് നിങ്ങൾക്ക് ടൈം തരാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കും. വായിച്ചു നോക്കിയെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ നോക്ക്. അനിലും തിരാത്ത് അതെന്തോ ആയിക്കോട്ടെ, ഡ്രോ 2 പോയിന്റ്. നിങ്ങൾ വായിച്ചു നോക്കിയല്ലോ ക്വസ്റ്റ്യൻ. എയും ബി 2 പോയിന്റ് ആണ്. 192 കിലോമീറ്റർ ദൂരമുള്ളത്. അനിൽ എയിൽ നിന്നും 8:20 സ്റ്റാർട്ട് ചെയ്തു. 64 കിലോമീറ്റർ പെർ അവർ പോയി. പോയിന്റ് ബിയിലെത്തിയിട്ട് തിരിച്ചു വന്നു. എയിലോട്ട് തിരിച്ചു വന്നു. സെയിം സ്പീഡിൽ തന്നെ. രണ്ടാമത്തെ ആള് പോയിന്റ് എയിൽ നിന്ന് 9:50 സ്റ്റാർട്ട് ചെയ്തത്. സ്പീഡ് ഓഫ് 96 കിലോമീറ്റർ പെർ അവറിലാണ് പോയത്. പോയിന്റ് ബിയിലെത്തി. റിട്ടേൺ ടു എ അറ്റ് സെയിം സ്പീഡ്. അറ്റ് വാട്ട് ടൈം ഡിഡ് അനിൽ ആൻഡ് തിര ഫസ്റ്റ് മീറ്റ് ഈച്ച്? അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ടൈം സ്പീഡ് ഡിസ്റ്റൻസ് ഒക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുവാണ്. നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇതിലൊരു ഞാൻ 10 ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾ ഒരു 50 ക്വസ്റ്റ്യൻ ചെയ്യുന്ന എഫക്റ്റ് ആണ്. അതാണ് നല്ല ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എയും ബിയും 2 പോയിന്റ് ആണ്. അപ്പൊ 8:20 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് 9:50 ആയി. 8:20 സ്റ്റാർട്ട് ചെയ്തിട്ട് അത് 9:50 ആയി. അപ്പൊ 9:50 ആവുന്ന സമയത്ത് നമുക്ക് നോക്കാം, ഇയാൾക്ക് സ്പീഡ് 64 കിലോമീറ്റർ പെർ അവർ. അപ്പൊ 192 ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. 64 × 3 ആണ് 192. ആദ്യത്തെ ആള് 3 മണിക്കൂർ കൊണ്ട് എവിടെ എത്തത്തുള്ളൂ? 3 മണിക്കൂർ കൊണ്ടേ ഈ ഒരു പോയിന്റിൽ എത്തത്തുള്ളൂ. കാര്യം 64 × 3, 1 മണിക്കൂറിൽ 64 കിലോമീറ്റർ പോയാൽ 3 മണിക്കൂറിൽ 192 കിലോമീറ്റർ പോകും. അതായത് 8:20 കഴിഞ്ഞിട്ട് 3 മണിക്കൂർ 11:20 AM ആകുമ്പോഴത്തേക്കും ആദ്യത്തെ ആൾ എന്ത് ചെയ്യും? ആ ഒരു ബി എന്ന് പറയുന്ന പോയിന്റിലെത്തും. എന്നാൽ സെയിം 11:20 ആകുമ്പോഴത്തേക്കും ഇയാൾ എവിടെ എത്തും? 9:50 സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റേ ആള് 9:50 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 11:20 എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറാണ്. 19 പിന്നെ ഒരു 30 മിനിറ്റ്, 1.5 മണിക്കൂറാണ്. 1.5 മണിക്കൂർ കൊണ്ട് രണ്ടാമത്തെ ആൾ എവിടെ എത്തും? അയാൾ 9:50 സ്റ്റാർട്ട് ചെയ്യുന്നത്. 11:20 ആകുമ്പോഴത്തേക്കും അയാൾ എത്ര? 96 സ്പീഡ്. 1 മണിക്കൂറിൽ 96 പോവും. അരമണിക്കൂറിൽ 96 പകുതി. 96 പകുതി എത്ര? 48 ആണ്. 96 48 144 കിലോമീറ്റർ. അപ്പൊ അയാൾ 11:20 ആകുമ്പോഴത്തേക്കും എവിടെ എത്തും? 11:20 ആകുമ്പോഴത്തേക്കും രണ്ടാമത്തെ ആള് നമ്മൾ എവിടെ എത്തുന്നത്? 144 കിലോമീറ്റർ കവർ ചെയ്തതാണ്. ഇനി ഈ ഒരു ഗ്യാപ്പിലാണ് 11:20 കഴിഞ്ഞിട്ടുള്ള സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഇവര് കണ്ടുമുട്ടും. അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ ഇവൻ ഇങ്ങോട്ടും പോവും, ഇവൻ ഇങ്ങോട്ടും വരും. ആ സമയത്താണ് കണ്ടുമുട്ടുന്നത്. എത്രയാണ് ഇവർ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? 144 192. ഇവിടെ 192. ഇവൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു. 144. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 192 കിലോമീറ്റർ ആണ് ടോട്ടൽ ഉള്ളത്, ഡിസ്റ്റൻസ് ഉള്ളത്. 144 ഓൾറെഡി കഴിഞ്ഞു. എത്ര ഡിസ്റ്റൻസ്? 40 48 കിലോമീറ്റർ ആണ് ഈ ഡിസ്റ്റൻസ്. അപ്പൊ ഇനി സമയം എത്ര എടുക്കുമെന്ന് നോക്കിയാൽ പോരെ. അപ്പൊ 48 കിലോമീറ്റർ ആണ് ടോട്ടൽ അവർക്ക് കൂട്ടിമുട്ടാൻ വേണ്ടി. ഇയാൾ ഇങ്ങോട്ടും പോകുന്നു, ഇയാൾ ഇങ്ങോട്ടും പോകുന്നു. കൂട്ടിമുട്ടാൻ വേണ്ടി കവർ ചെയ്യേണ്ടത്. അപ്പൊ 48 കിലോമീറ്റർ എത്ര സമയം എടുക്കും? രണ്ടുപേരുടെ. ഒരാൾ അങ്ങോട്ട് പോകുന്നത് 64, ഇയാള് രണ്ടാമത്തെ ആൾ പോകുന്നത് 96 അങ്ങോട്ട് പോകും. മറ്റേ ആൾ 64 ഇങ്ങോട്ട് വരും. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റിലേറ്റീവ് സ്പീഡ് എടുക്കുക. 96 64 160 കിലോമീറ്റർ പെർ അവർ ആണ്. ഇവിടെ കിലോമീറ്ററും ഇവിടെ അവറും വരും. അപ്പൊ നമുക്ക് 48/160 ഇത്രയും മണിക്കൂറിന് വരും. നമുക്ക് മിനിറ്റിലാണ് വേണ്ടത്. ഇൻറ്റു 60 ചെയ്യാം. മണിക്കൂറിനെ മിനിറ്റ് ആക്കാം. ഇത്രയും മിനിറ്റ് എന്ന് കിട്ടും. മണിക്കൂർ എന്തായി? മിനിറ്റ് ആയി. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് മാക്സിമം 3 × 6 18 മിനിറ്റ്. അതായത് 18 മിനിറ്റ് കൊണ്ട് 18 മിനിറ്റ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അതാണ് ടൈം എന്നുള്ളത്. ടൈം എത്ര എടുക്കും? അത്രയും ഗ്യാപ്പ്
അവർ രണ്ടുകൂടെ കൂട്ടുമുട്ടാൻ എടുക്കുന്ന ടൈമാണ് 18 മിനിറ്റ്. അതായത് 11:20 കഴിഞ്ഞിട്ട് 18 മിനിറ്റ് കൂടെ കഴിഞ്ഞ് എന്ത് ചെയ്യും, അവര് ആ ഒരു സ്ഥലത്ത് പിന്നെയും കാണും, അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണും. 11:20 കഴിഞ്ഞ് 18 മിനിറ്റ് എന്ന് പറയുമ്പോൾ 11:38. ഈ ക്വസ്റ്റ്യൻ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിലും കൂടുതൽ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ആ ഒരു ക്വസ്റ്റിന്റെ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യും. ജസ്റ്റ് ഡേറ്റ മാത്രം മാറ്റിത്തരും, ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കും. ഈ ഒരു തീഫിന്റെ ക്വസ്റ്റിനും അതേപോലെ തന്നെ. പക്ഷെ ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും, പക്ഷെ വീണ്ടും നിങ്ങൾ സെറ്റായി വരുമ്പോൾ ഉണ്ടല്ലോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഇതൊന്ന് വായിച്ചു നോക്കി. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കും. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മനസ്സിലാവാതെ നമ്മൾ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാൻ പറഞ്ഞത്. Anand covers a certain distance in the first leg of 5 hours at the speed of 50 km/h. 5 മണിക്കൂറിൽ 50 കിലോമീറ്റർ വെച്ചിട്ട് 250 കിലോമീറ്റർ അയാൾ പോയി. കാരണം ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്, സെക്കൻഡ് ലാഗിൽ ഹി ഇൻക്രീസ് സ്പീഡ് ബൈ 20%. സ്പീഡ് 50 എന്നുള്ളത് 20% 1/5 ആണ്. 50/5 10 ആണ്. 10 കൂടി 60 ആയി. ആ കാര്യങ്ങളൊക്കെ പെർസെൻറ്റേജിന്റെ ക്ലാസ് നിങ്ങൾ കണ്ടിരിക്കണം. 60 കിലോമീറ്റർ ആയി. ഹി കവർഡ് 20% എക്സ്ട്രാ ഡിസ്റ്റൻസ് ദാൻ ദ ഫസ്റ്റ് ലാഗ്. 20% എക്സ്ട്രാ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കായി ആദ്യമേ 250 പോയത്, അതിന്റെ 20% എന്ന് പറഞ്ഞാൽ 50 ആണ്. 10% 25 ആണ്. അതായത് 300 കിലോമീറ്റർ പോയി, സ്പീഡ് 60 ആയപ്പോൾ. അതായത് ഇവിടെ നമുക്ക് എക്സ്ട്രാ ഉള്ളത് എന്താ, 5 മണിക്കൂർ അയാൾ യാത്ര ചെയ്തു. 100 സ്പീഡ് എത്രയായി, സ്പീഡ് 60 ആയി, ഡിസ്റ്റൻസ് 300 ആയി. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്യുമ്പോൾ നമുക്ക് മണിക്കൂർ കിട്ടും. 5 മണിക്കൂർ യാത്ര ചെയ്തു. ഈ കവേർഡ് തേർഡ് ലാഗ് അറ്റ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ ഫസ്റ്റ് 2 lags and covered 10% extra distance than that of the second lag distance. നോക്കാം ഹൗ മച്ച് ടോട്ടൽ ടൈം ആവശ്യം. അപ്പൊ ആദ്യം 5 മണിക്കൂർ എടുത്തു, രണ്ടാമത്തെ കേസിൽ 5 മണിക്കൂർ എടുത്തു, ഇനി മൂന്നാമത്തെ കേസിൽ എത്ര മണിക്കൂർ എടുത്തു എന്നറിഞ്ഞാൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവും. തേർഡ് ലാഗിൽ എന്താ ചെയ്തേ, ആവറേജ് സ്പീഡ് ഓഫ് ദ ഫസ്റ്റ് 2 lags. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണത്തിന്റെ ആവറേജ് സ്പീഡ് എന്താണ്, ഇവിടെ 50 km/h, ഇവിടെ 60 km/h. 50ന്റെ 60ന്റെ ആവറേജ് എന്ന് പറയുമ്പോൾ 50 + 60/2 110/2 55. ഇവിടുത്തെ സ്പീഡ് എത്രയാണ്, 55 km/h ആണ്. അതേപോലെ 10% എക്സ്ട്രാ ഡിസ്റ്റൻസ് ദാൻ ദാറ്റ് ഓഫ് സെക്കൻഡ് ലാഗ്. 300 കിലോമീറ്റർ ആണ് സെക്കൻഡ് ലാഗിൽ പോയത്, അതിനേക്കാളും 10% കൂടുതൽ, 30 കൂടി 330 ആണ് അയാളുടെ അവിടുത്തെ ഡിസ്റ്റൻസ്. ഇപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ 330/55 6 മണിക്കൂർ. അതായത് 5ഉം 5ഉം 10ഉം 6ഉം 16 മണിക്കൂർ എടുത്തു അയാൾക്ക് 3 ലാഗുകളും കംപ്ലീറ്റ് ആക്കാൻ. ഓപ്ഷൻ എ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കൊടുക്കാം. നിങ്ങൾ ആൻസർ കിട്ടി എന്ന് വിശ്വസിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഒരുപാട് നാളുകൊണ്ട് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പേര് ഇതിന് എക്സും വൈയും ഒക്കെ ഇട്ട് സൊല്യൂഷൻ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഒരു റിവിഷൻ പോലെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിവിഷൻ പോലെ ചെയ്യേണ്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കേ. വായിച്ചു നോക്കിയേ, ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. എ ടേക്സ് 2 hours more than ബി ടു കവർ എ ഡിസ്റ്റൻസ് ഓഫ് 40 km. 2 മണിക്കൂർ കൂടുതലെടുക്കും എക്ക് ബിയേക്കാൾ. ഡബിൾ ചെയ്യുന്നു സ്പീഡ്. എ ഡബിൾസ് സ്പീഡ്. ഹി ടേക്സ് 1.5 മണിക്കൂർ മോർ ദാൻ ബി ടു കവർ 80 km. 80 km, ഇവിടെ ഡിസ്റ്റൻസ് മാറും. ടു കവർ ദ ഡിസ്റ്റൻസ് ഓഫ് 120 km, ഹൗ മച്ച് ടൈം വിൽ ബി ടേക്ക് ട്രാവലിംഗ് അറ്റ് ദ സെയിം സ്പീഡ്, അറ്റ് ഹിസ് സ്പീഡ്. അപ്പൊ ബിയുടെ സ്പീഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ബിയുടെ ഡിസ്റ്റൻസ് ബൈ ബിയുടെ സ്പീഡ് കണ്ടുപിടിച്ചാൽ ബിയുടെ ടൈം കിട്ടും. അപ്പൊ ബിയുടെ സ്പീഡ് നമുക്ക് വേണം. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആദ്യത്തെ കേസിൽ 40 കിലോമീറ്റർ ആണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. രണ്ടാമത്തെ കേസിൽ 80 കിലോമീറ്റർ ആക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടിനെയും സെയിം ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 40 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എക്ക് ബിയേക്കാളും 2 മണിക്കൂർ കൂടുതലെടുക്കും. ഇത് 80 ആകുമ്പോൾ എന്തോ, 40 ആകുമ്പോൾ എക്ക് ബിയേക്കാളും 4 മണിക്കൂർ എന്ത് ചെയ്യും, കൂടുതലെടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ പരിപാടി കഴിഞ്ഞു. നമ്മളുടെ ഇത് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതേ 80 കിലോമീറ്ററിന് എ സ്പീഡ് ഡബിൾ ചെയ്യാം, 1.5 മണിക്കൂർ കൂടുതലെടുക്കും. അപ്പൊ നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ട പ്രോപ്പർട്ടി എന്താണ്, ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആകുമ്പോൾ. അത് ബേസിക് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. SSC GDയുടെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് ക്ലാസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം. അപ്പൊ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആകുമ്പോൾ
നമ്മുടെ സ്പീഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ടൈം. അല്ലല്ല, ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആകുമ്പോൾ സ്പീഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ടൈം ആണ്. അതെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടൈം ആണ്. ഇനി നോക്കേ, ഇവിടെ അത് നമുക്ക് അപ്ലൈ ചെയ്യാം. എ എന്ത് ചെയ്യുന്നു? എ ഡബിൾസ് ദ സ്പീഡ്. ഇപ്പൊ എയുടെ സ്പീഡ് ആദ്യമേ 1 യൂണിറ്റ് ആണെങ്കിൽ ഇപ്പൊ എത്ര യൂണിറ്റാ? 2 യൂണിറ്റ്. ഇവിടെ ഡിസ്റ്റൻസ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. കാര്യം 80 കിലോമീറ്റർ ആണ്. നമുക്ക് രണ്ടിന്റെ ഡിഫറൻസ് പറയും, ടൈം എടുക്കുന്ന കാര്യം പറയും. അപ്പൊ ടൈം എന്താവും? എയുടെ ടൈം, ഇത് എയുടെ കാര്യം പറയും. എയുടെ ടൈം എന്താവും? 2:1 ആവും. സ്പീഡ് 1:2 ആണെങ്കിൽ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആവുമ്പോൾ ടൈം എന്താവും? അതിന്റെ ഇൻവേഴ്സ് റേഷ്യോ, അതായത് തിരിച്ചുള്ള റേഷ്യോ 2:1 ആവും. അതിന്റെ അർത്ഥം എ ആദ്യമേ 2 യൂണിറ്റ് സമയം എടുക്കുമായിരുന്നെങ്കിൽ, ആദ്യത്തെ കേസിൽ 2 യൂണിറ്റ് സമയം എടുക്കുമായിരുന്നെങ്കിൽ സെയിം ഡിസ്റ്റൻസ് പോകാൻ രണ്ടാമത്തെ കേസിൽ 1 യൂണിറ്റ് സമയം എടുക്കത്തുള്ളൂ. അപ്പൊ ഈ ഡിഫറൻസ് ഉണ്ടല്ലോ, എത്ര യൂണിറ്റിന്റെ? 1 യൂണിറ്റിന്റെ ഡിഫറൻസ്. അതെന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ആദ്യത്തെ കേസിൽ 4 മണിക്കൂർ കൂടുതൽ എടുക്കുമായിരുന്നു ബിയേക്കാളും. രണ്ടാമത്തെ കേസിൽ 1.5 മണിക്കൂർ കൂടുതലേ ഉള്ളൂ. അപ്പൊ ബിയേക്കാളും 4 മണിക്കൂർ കൂടുതൽ ആദ്യം എടുക്കുമായിരുന്നു. സ്പീഡ് കൂട്ടിയതിന് ശേഷം ബിയേക്കാളും 1.5 മണിക്കൂർ എന്ത് ചെയ്യുന്നുള്ളൂ? കൂടുതൽ എടുക്കുന്നുള്ളൂ. അതായത് ആ ഡിഫറൻസ് എത്ര വന്നേ? 2.5 മണിക്കൂറിന്റെ ഡിഫറൻസ് വന്നു. 1.5 + 2.5 4 എന്ന് പറയും. 2.5 മണിക്കൂർ എന്ത് ചെയ്തു? എ ഇംപ്രൂവ് ചെയ്തു. അപ്പൊ ഈ 1 യൂണിറ്റിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 2.5 മണിക്കൂർ. അപ്പൊ നമുക്ക് ഈ 2 യൂണിറ്റിന്റെ വാല്യൂ എന്ത് കിട്ടും? 2.5 × 2 5 മണിക്കൂർ. അതിന്റെ അർത്ഥം എന്താ? എ ആദ്യത്തെ കേസിൽ 5 മണിക്കൂർ സമയം എടുക്കുമായിരുന്നു ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ, 80 കിലോമീറ്റർ കവർ ചെയ്യാൻ. നമുക്ക് ബിയുടെ സ്പീഡാണ് വേണ്ടത്. അപ്പൊ ബിക്ക് എത്ര സമയം എടുക്കുമായിരുന്നു? ഈ കേസിൽ, ആദ്യത്തെ കേസിൽ നമ്മൾ ഇതിനി നോക്കരുത്, ഇത് നോക്കിയാൽ തെറ്റി. ഇതാണ് നമ്മളുടെ പുതിയ കേസ്. 80 കിലോമീറ്റർ പോകാൻ എക്ക് എത്ര സമയം എടുക്കുമായിരുന്നു? ഈ കേസ് വെച്ചാൽ നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ. ഇതിനി നോക്കരുത്. 4 മണിക്കൂർ വെച്ച് രണ്ടും ഡിസ്റ്റൻസ് സെയിം ആക്കിയത് 80 വരുമ്പോഴാണ്. ഇവിടെ 80ഉം ഇവിടെ 80ഉം വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു റിലേഷൻ തന്നെ എഴുതാൻ പറ്റുന്നത്. എക്ക് 5 മണിക്കൂർ എടുക്കുമായിരുന്നു ആദ്യത്തെ ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ. ബിക്ക് അപ്പം എത്ര സമയം എടുക്കുമായിരുന്നു? എക്ക് ബിയേക്കാളും 4 മണിക്കൂർ കൂടുതൽ എടുക്കുന്ന സമയത്താണ് നമ്മൾ കണ്ടുപിടിച്ചത് എ ടോട്ടൽ 5 മണിക്കൂർ എടുത്തത്. അപ്പൊ ബിക്ക് ഇതിനേക്കാളും 4 മണിക്കൂർ കുറച്ച് മതി. അപ്പൊ ബി എത്ര സമയം എടുക്കത്തുള്ളൂ? 1 മണിക്കൂറേ എടുക്കത്തുള്ളൂ. എന്ത് ചെയ്യാൻ 80 കിലോമീറ്റർ സഞ്ചരിക്കാൻ. നിങ്ങൾ ബുക്കിൽ കാണുന്ന സൊല്യൂഷൻ ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ ഒരു ചാപ്റ്ററും നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ എന്നല്ല, ഒരു ചാപ്റ്റർ ഒരു പ്രയാസം കാണത്തില്ല. പ്രാക്ടിക്കലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കേണ്ടത്. 80 കിലോമീറ്റർ ആണ് 1 മണിക്കൂറിൽ ആര് പോകുന്നത്? നമ്മളുടെ ബി പോകുന്നത്. 1 മണിക്കൂറിൽ പോകുന്ന ദൂരത്തെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ ബിയുടെ സ്പീഡ് 80 km/h ആണ്. ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 120 കിലോമീറ്റർ പോകാൻ വേണ്ടി 120 ഡിവൈഡഡ് ബൈ എത്ര മണിക്കൂർ? 80 km/h. 120 ബൈ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ടൈം എന്ന് പറയുന്നത്. ഇത് 3/2 ആണ്. 3/2 എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ എടുക്കും എന്ത് ചെയ്യാൻ? ബിക്ക് ആ ഒരു ഡിസ്റ്റൻസ് 120 കിലോമീറ്റർ കവർ ചെയ്യാം. ഇതിന്റെ തന്നെ പല പല ഡിഫറെന്റ് വെറൈറ്റീസ് വരാറുണ്ട്. ഇനി ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വേഗത്തിൽ ചെയ്യുന്നത്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇത് വേഗത്തിൽ എങ്ങനെ ചെയ്യണം എന്ന് നിങ്ങളെ കാണിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി ഒരുപാട് പേർക്ക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. അവർ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല. ഫസ്റ്റ് വന്ന് കാണുന്നത് ഈ ഒരു സ്പീഡ് ചെയ്യുന്ന മെത്തേഡാണ്. ഞാൻ ഇതിന്റെ സ്പീഡ് മെത്തേഡ് കാണിച്ചു തരാം. എക്സാമിന് എങ്ങനെ ചെയ്യേണ്ടത്? എക്സാമിന് ഇത്രയൊന്നും എഴുതിയല്ല ചെയ്യേണ്ടത്. 40 കിലോമീറ്റർ 80 കിലോമീറ്റർ കണ്ടു. ഒരു വട്ടം ചെയ്തിട്ട് പോകേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. പുതിയ ക്വസ്റ്റ്യൻസ് സമയം എടുക്കും. എല്ലാവർക്കും ഇതേപോലെ തന്നെ ചെയ്യേണ്ടി വരും. ഒരു വട്ടം ചെയ്തിട്ടുള്ള ടൈപ്പ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 80 4 മണിക്കൂറാണ് ആദ്യം എടുക്കുന്നത്. ഡബിൾ ആയി സ്പീഡ്, ടൈം അതൊക്കെ മനസ്സിലാവുന്നത്. ടൈം 2:1 ആവും. അപ്പൊ ആ 1ന്റെ വാല്യൂ ആണ് 4ഉം 1.5. 2.5, 2ന്റെ വാല്യൂ 5. ഫസ്റ്റ് കേസിൽ 5 കിട്ടും. 5 എന്ന് പറഞ്ഞാൽ 4 കൂടുതലാണ്. അപ്പൊ ബിക്ക് 1 മണിക്കൂറാണ് എടുക്കുന്നത് 80 കിലോമീറ്ററിന്. സ്പീഡ് 80 km/h. 120/80 1.5 മണിക്കൂർ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇത് പെൻ ഫ്രീ ആയിട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും പറ്റും, കുറച്ച് പേർക്ക് പറ്റത്തില്ല. അവരെന്താ ചെയ്യേണ്ടത്? അവർ മനസ്സിലാക്കണം അവരുടെ പ്രിപ്പറേഷനിലുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് സ്പീഡാക്കി കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടെന്നല്ല, നിങ്ങൾക്കത് പെൻ ഫ്രീ ആയിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഇത്ര സമയം കുറച്ച് എഴുതാമോ അത്രയും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണ്. ബാക്കിയുള്ളവരെക്കായി മാർക്ക് വാങ്ങും. ആ ഒരു കോമ്പറ്റീഷൻ ആണ് വേണ്ടത്. ആ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് സ്പീഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരുപാട് ബേർഡൻ ഒന്നും കൊടുക്കണ്ട. പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റും, മനസ്സിലുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇതേ ടൈപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ 40ന്റെ സ്ഥാനത്ത് അടുത്ത പ്രാവശ്യം 60 തരും, 80ന്റെ സ്ഥാനത്ത് 160 തരും. അത്രേ ഉള്ളൂ വ്യത്യാസം. അല്ലെങ്കിൽ അതിന് 3 മടങ്ങ് തരും. നമ്മൾ എന്ത് ചെയ്യും? ടൈമിന് 3 മടങ്ങാക്കും. അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. അടുത്ത് നമ്മുടെ ട്രെയിനിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ചെയ്യാൻ പറ്റും നോക്കി ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ബാക്കിയുള്ള ക്ലാസ്സിലൂടെ കാണാൻ നോക്കുക. വേറെ ഒന്നുമില്ല. ഇട്ടിട്ടുള്ള ക്ലാസ്സിലെല്ലാം കണ്ട് പഠിക്കാൻ നോക്കുക. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ക്ലാസ്സിലൂടെ, ഒരുപാട് ക്വസ്റ്റ്യൻസ്. ഇതൊന്നുമില്ല, മലയാളത്തിന് ഒരു ചാനലിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്താണ് മാക്സിമം വേണ്ടി. അത് ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ അതെല്ലാം കാണുക. ക്ലാസ് ഇടുന്നത്
വേസ്റ്റ് ആയി പോകാതിരിക്കും. അതായത് കാണാതിരിക്കരുത്. ഒരു ക്ലാസ് ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നതാണ്. അത് കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ എക്സാമിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ച് ചെയ്യാൻ പറ്റുമോ? വായിച്ചു നോക്കേ. യെസ്, മനസ്സിൽ കിട്ടിയോ? ഒരു ട്രെയിൻ ലീവ് സ്റ്റേഷൻ എ അറ്റ് 8 AM ആൻഡ് റീച്ചസ് സ്റ്റേഷൻ ബി അറ്റ് 12 മണി. എ കാർ ലീവ്സ് സ്റ്റേഷൻ ബി അറ്റ് 8:30 AM ആൻഡ് റീച്ചസ് സ്റ്റേഷൻ എ അറ്റ് ദ സെയിം ടൈം വെൻ ദ ട്രെയിൻ റീച്ചസ് സ്റ്റേഷൻ ബി. അറ്റ് വാട്ട് ടൈം ഡു ദേ മീറ്റ്? അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ആദ്യത്തെ ട്രെയിന് 4 മണിക്കൂർ എടുക്കും എയിൽ നിന്നും ബിയിലെത്താം. 4 മണിക്കൂർ. കാറ് 8:30 സ്റ്റാർട്ട് ചെയ്തിട്ട് 12 മണിക്ക് തന്നെ എത്തും, സെയിം ടൈമിലെത്തും. അതായത് 3.5 മണിക്കൂർ ആർക്കെടുക്കൂ? കാറിന് എടുക്കും. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ 4 മണിക്കൂർ 3.5 മണിക്കൂർ, 3.5 എന്ന് പറയുമ്പോൾ 7/2 ആണ്. അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് 4ന്റെയും 7/2, 4ന്റെ 7ന്റെയും മൾട്ടിപ്പിൾ ആയിട്ടുള്ള 28 കിലോമീറ്റർ ആയിട്ട് എടുക്കാം. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. 4 × 3.5 14 എടുക്കാം, 28 എടുക്കാം. അപ്പൊ ബൈ 2 വന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ടോട്ടൽ ഡിസ്റ്റൻസ് 28 ആണെന്ന് അസ്യൂം ചെയ്തു. എനിക്ക് വേണമെങ്കിൽ 56 എടുക്കാം. കാൽക്കുലേഷൻ എളുപ്പത്തിന് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, 100 എടുക്കാം. അപ്പൊ കാൽക്കുലേഷൻ കൂടുന്നേ ഉള്ളൂ. ഞാൻ അസ്യൂം ചെയ്തു 28 കിലോമീറ്റർ ആണ് ടോട്ടൽ എ ടു ബി ഡിസ്റ്റൻസ് എന്ന് അസ്യൂം ചെയ്തു. അപ്പൊ ആദ്യത്തെ ട്രെയിൻ എന്ത് ചെയ്തു? ട്രെയിനിന്റെ സ്പീഡ് എത്ര വരും? അപ്പം 4 മണിക്കൂർ കൊണ്ട് എത്തുന്നത് 28/4. ട്രെയിനിന്റെ സ്പീഡ് നമുക്ക് 7 km/h കിട്ടും. അങ്ങനെയാണെങ്കിൽ കാറിന്റെ സ്പീഡ് എന്ത് കിട്ടും? 28 ഈ കാൽക്കുലേഷൻ ഇൻഡിജർ വരാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ എന്തെടുത്തത്? അതിന്റെ ഒരു മൾട്ടിപ്പിൾ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തത്, അല്ലാതെ വേറെ ഒന്നുമില്ല. 28/3.5 മണിക്കൂറാണ് എടുക്കുന്നത്. 3.5ക്ക് 7/2 കൊടുക്കാം. അപ്പൊ എത്ര കിട്ടും? 4 × 2 8 km/h കിട്ടും നമ്മളുടെ കാറിന്റെ സ്പീഡ്. ഇത് 7 km/h, ഇത് 8 km. അറ്റ് വാട്ട് ടൈം ഡു ദേ മീറ്റ്? എപ്പോ മീറ്റ് ചെയ്യും? അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് രണ്ടുപേരും ഒരേ സമയത്ത് എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ട്രെയിൻ 8:30ക്ക് എവിടെ എത്തും നോക്കണം. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അരമണിക്കൂർ കൊണ്ട് ട്രെയിൻ എവിടെ എത്തും? ട്രെയിനിന്റെ സ്പീഡ് എത്ര? 7 km/h. അതായത് 1 മണിക്കൂറിൽ 7 km ആണ് പോകുന്നത്. അപ്പൊ അരമണിക്കൂർ 30 മിനിറ്റിൽ 3.5 km പോകും. അപ്പൊ 8:30 ആയ സമയത്ത് ഇവൻ 3.5 km എന്ത് ചെയ്തു? ട്രെയിൻ പോകും. അപ്പോഴാണ് നമ്മുടെ കാർ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ബാക്കി എത്ര കിലോമീറ്റർ ഉണ്ട്? ഇതിനകത്ത് നിന്ന് 3.5 കുറയ്ക്കുക, 24.5 കിലോമീറ്റർ ആണ് എന്ത് ഉള്ളത്? അതായത് ബി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, കാർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബി. അപ്പൊ ഈ എത്ര സമയം വേണമെന്നാണ് നോക്കുന്നത്. 8:30 കഴിഞ്ഞിട്ട് എത്ര സമയം കൊണ്ട് അവർ കൂട്ടിമുട്ടും അല്ലെങ്കിൽ കണ്ടുമുട്ടും? 24 കിലോമീറ്റർ, 24.5. അപ്പൊ 24.5 കിലോമീറ്റർ ആണ് ഉള്ളത്. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റിലേറ്റീവ് സ്പീഡ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ അങ്ങോട്ടുള്ള സ്പീഡ് ട്രെയിൻ പോകുന്നത് 7 km, കാർ പോകുന്നത് 8 km. ഇവിടുന്ന് 7 അങ്ങോട്ട് പോകുന്നു, കാർ ഇവിടുന്ന് 8 ഇങ്ങോട്ട് വരുന്നു. റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സമ്മാണ്. 8 7 15 km/h. km/h ആണ്. ഇത് മിനിറ്റ് ആക്കാം. km/h m/s ആക്കാം. ഓക്കെ, m/s ആക്കണം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് മണിക്കൂറിൽ മനസ്സിലായിട്ടും ഒന്നുമില്ല. km/h, ഇത് km/h ആണ്. km/h കിലോമീറ്റർ പോയി മണിക്കൂർ കിട്ടും. മണിക്കൂർ കിട്ടുന്നതിനെ മിനിറ്റ് ആക്കാൻ വേണ്ടി × 60 ചെയ്യാം. × 60 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അത് മിനിറ്റിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് 15 കൊണ്ട് വെട്ടി നോക്കാം. 60 ആകുമ്പോൾ ഇത് പോയി. വേറെ കാൽക്കുലേഷൻ 3 വെച്ച് കിട്ടുമ്പോൾ 2, ഇവിടെ 5. ഓക്കെ, കിട്ടും. ഓക്കെ, 5 വെച്ച് കിട്ടുമ്പോൾ അതെ ഇത് തന്നെ 4 49 × 2. ഇത് മിനിറ്റിലായി കേട്ടോ. 98 മിനിറ്റ്. 98 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവര് ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യും. ഈ 24 കിലോമീറ്റർ കവർ ചെയ്യും. 56 എടുത്ത് കുറച്ചുകൂടെ 49 വന്നേ.
98 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 1 മണിക്കൂർ 38 മിനിറ്റ്. അത് 8:30 കഴിഞ്ഞിട്ട് 1 hour 38 മിനിറ്റ് കഴിഞ്ഞ് എന്ത് ചെയ്യും? അവർ കണ്ടുമുട്ടും. അപ്പോൾ 9:30 പിന്നെ 38 മിനിറ്റ്, 10 മണി പിന്നെ 8 മിനിറ്റ്, 10:08 AM എന്ത് ചെയ്യും? അവർ കണ്ടുമുട്ടും. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. യെസ്. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഹോംവർക്കാണ് ഇത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. അടുത്തത് ഒന്ന് വായിച്ചു നോക്കിയ ക്വസ്റ്റ്യൻ. The platform of a station 400 meter long starts exactly where the last span of the bridge 1.2 kilometer long ends. അപ്പം 1.2 കിലോമീറ്റർ നീളമുള്ള ഒരു പാലം അവസാനിക്കുന്നിടത്തു നിന്ന് ഒരു പ്ലാറ്റ്ഫോം തുറന്നു. അപ്പോൾ ടോട്ടൽ എത്ര വരും? 1.6 കിലോമീറ്റർ ആയി രണ്ടും കൂടെ വരുന്നത്. ഹൗ ലോങ് ഇൻ മിനിറ്റ് വിൽ എ ട്രെയിൻ ഓഫ് 200 മീറ്റർ ലോങ് ആൻഡ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 72 കിലോമീറ്റർ പെർ അവർ ടേക്ക് ടു കവർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ സ്പാൻ ഓഫ് ദ ബ്രിഡ്ജ് ആൻഡ് ദ എൻഡ് ഓഫ് ദ പ്ലാറ്റ്ഫോം. അപ്പോൾ ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്ത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവരെ 1.6 കിലോമീറ്റർ പോകണം. അതിന് 200 മീറ്റർ നീളമുള്ള ട്രെയിൻ എത്ര സമയം എടുക്കും? നമുക്ക് വേണ്ടത് സമയമാണ് വേണ്ടത്. സമയം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് എത്ര വരും? ബ്രിഡ്ജിന്റെയും പ്ലാറ്റ്ഫോമിന്റെയും ഡിസ്റ്റൻസ് 1.6 കിലോമീറ്റർ ആയി. അതിന്റെ കൂടെ നമ്മളുടെ ട്രെയിനോട് എന്ത് ചെയ്യണം? അത് കവർ ചെയ്യണമെങ്കിൽ ട്രെയിനോട് അത് കവർ ചെയ്ത് പോകണം. നിങ്ങൾ ആ റിലേറ്റീവ് സ്പീഡിന്റെ ക്ലാസ് കണ്ടാൽ ഈ കവർ ചെയ്യുന്നതും ബ്രിഡ്ജിനെ ക്രോസ് ചെയ്യുന്നതും പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യുന്നതും എല്ലാം അവിടെ പറഞ്ഞു, എല്ലാ കേസുകളും. ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് വേണം? ഇതിന്റെ കൂടെ 0.2 കൂടെ കൂടണം. 0.2 കിലോമീറ്റർ ആണ്. അതായത് 1.8 കിലോമീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ടത്. എത്രയാണ് അവരുടെ സ്പീഡ് വരുന്നത്? ട്രെയിനിന്റെ സ്പീഡ് 72 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഇവിടെ ഞാൻ 72 കിലോമീറ്റർ പെർ അവർ കൊടുക്കുകയാണെങ്കിൽ കിലോമീറ്റർ ഇത് മണിക്കൂറിൽ ആൻസർ കിട്ടും. നമുക്ക് എന്താ വേണ്ടുന്നത്? മിനിറ്റിലാണ് വേണ്ടത്. അപ്പോൾ മിനിറ്റിൽ വേണമെങ്കിൽ എന്ത് ചെയ്യണം? മണിക്കൂറിനെ മിനിറ്റ് ആക്കാൻ 60 കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഈ പോയിന്റും 0 ഇതും പോയി, ഇത് ബൈ 4 വന്നു. 6/4 എന്ന് പറയുമ്പോൾ 3/2 ആണ്. 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും? 1.5 മണിക്കൂർ കൊണ്ട് ആ ഒരു 1.5 മണിക്കൂറിലോ 1.5 മിനിറ്റ്, ഇത് മിനിറ്റിലാണ്. 1.5 മിനിറ്റിൽ 1.5 മിനിറ്റിൽ എന്ത് ചെയ്യും? ആ ഒരു ട്രെയിൻ എവിടുന്ന് ക്ലോസ് ചെയ്യും? ആ ബ്രിഡ്ജ് തുടങ്ങി പ്ലാറ്റ്ഫോമിൽ അവസാനിക്കും. യെസ്, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ കുറച്ച് നല്ല ക്വസ്റ്റൻസ് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ബോട്ട് ആൻഡ് സ്ട്രീമിലെ 2-3 ക്വസ്റ്റൻസ്. സെയിം കൺസെപ്റ്റ് ഒക്കെ സെയിം തന്നെയാണ്. അപ് സ്ട്രീം സ്പീഡ്, ഡൗൺ സ്ട്രീം സ്പീഡ്, ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ദിശ അക്കാഡമിയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസ് കിട്ടും. അത് കണ്ട് സെറ്റാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി, ചെയ്യാൻ പറ്റുമോ നോക്കി. ക്വസ്റ്റ്യൻ വായിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. Boat takes 11 മണിക്കൂർ. ഓക്കെ, a boat takes 11 hours to travel a distance upstream and it takes 5 hours to travel the same distance downstream. If the speed of boat in still water തന്നിട്ടുണ്ട്, then speed of the stream ആണ്. അപ്പോൾ ഇവിടെ അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും പോകുന്ന ഡിസ്റ്റൻസ് സെയിം തന്നെയാണ്. ഇവിടെ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആകുമ്പോൾ സ്പീഡും ടൈമും എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ സ്പീഡിന്റെ റേഷ്യോ എന്താ വരുന്നത്? ഇവിടെ ടൈമിന്റെ റേഷ്യോ എന്താ വരുന്നത്? അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും. അപ്സ്ട്രീമിൽ പോകാൻ വേണ്ടി കാര്യം ഡിസ്റ്റൻസ് സെയിം ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ആണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്നും പഠിക്കണം. അപ്പൊ ടൈമിന്റെ സ്പീഡ് റേഷ്യോ എന്ത് വരും? 11:5. സ്പീഡിന്റെ റേഷ്യോ എന്ത് വരും? 5:11. അതായത് അപ്സ്ട്രീം സ്പീഡ് 5 ആണെങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡ് 11. സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഇത്രയാണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അപ്സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡും അറിയാമെങ്കിൽ രണ്ടും കൂടെ കുറച്ചിട്ട് അതിന്റെ പകുതി, ഡിഫറൻസിന്റെ പകുതി ആയിരിക്കും സ്ട്രീമിന്റെ സ്പീഡ്, അല്ല ബോട്ടിന്റെ സ്പീഡ്, അല്ല സ്ട്രീമിന്റെ സ്പീഡ്. രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി ആയിരിക്കും നമ്മുടെ ബോട്ടിന്റെ സ്പീഡ്. അതൊക്കെ നമ്മുടെ ബേസിക് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ ബോട്ടിന്റെ സ്പീഡ് മൈനസ് സ്ട്രീമിന്റെ സ്പീഡാണ്. ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ ബോട്ടിന്റെ സ്പീഡും സ്ട്രീമിന്റെ സ്പീഡോട് കൂട്ടുന്നതാണ്. അത് ആ ബേസിക് ക്ലാസ് കണ്ടാലേ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിന്റെ ഡിസ്കഷൻ ആണ്. കാര്യം എന്താണെന്ന് മനസ്സിലാക്കണം. ബേസിക് ആയിട്ടുള്ള കാര്യം അത് യൂട്യൂബിൽ തന്നെ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയുണ്ട് കിട്ടുന്നത്? 11:5. ഡിഫറൻസ് 6. 6ന്റെ പകുതി ഡൗൺ സ്ട്രീമിന്റെ അപ്സ്ട്രീമിന്റെ സ്പീഡിന്റെ ഡിഫറൻസിന്റെ പകുതി അതായിരിക്കും നമ്മുടെ സ്ട്രീമിന്റെ സ്പീഡ്. അതെങ്ങനെ വരുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 6ന്റെ പകുതി 3 യൂണിറ്റ് ആണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? സ്ട്രീമിന്റെ സ്പീഡായിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ എത്ര കിട്ടിയിരിക്കുന്നത്?
3 യൂണിറ്റാണ് നമ്മുടെ സ്ട്രീമിന്റെ സ്പീഡ്. ബോട്ടിന്റെ സ്പീഡ് എത്ര വരും ഇതിനകത്ത്? രണ്ടോട് കൂട്ടിയിട്ട് പകുതി, 15 16ന്റെ പകുതി 8 യൂണിറ്റാണ് നമ്മുടെ സ്ട്രീമിന്റെ ബോട്ടിന്റെ സ്പീഡ്. ബോട്ടിന്റെ സ്പീഡ് 8ഉം സ്ട്രീമിന്റെ സ്പീഡ് 3ഉം ആണ്. ഇങ്ങനെയായിരുന്നു അപ് സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം സ്പീഡ് എങ്കിൽ. പക്ഷേ 3 യൂണിറ്റിന്റെ വാല്യൂ ക്വസ്റ്റിന് തന്നിരിക്കുന്നത് എത്ര? സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ബോട്ടിന്റെ സ്പീഡ്, സ്ട്രീമിന്റെ സ്പീഡ് അല്ല, ബോട്ടിന്റെ സ്പീഡ്. ബോട്ടിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റാ? ഇത് 3 യൂണിറ്റ്, 8 യൂണിറ്റ്. 8 യൂണിറ്റാണ് ബോട്ടിന്റെ സ്പീഡ് വരുന്നത്, രണ്ടുകൂടെ കൂട്ടിയിട്ട് പകുതി. 8 യൂണിറ്റിന്റെ ഒറിജിനൽ വാല്യൂ ആണ് പറഞ്ഞിട്ടുള്ളത് 2/9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18 2 20 20/9 20/9 മീറ്റർ പെർ സെക്കൻഡ്. ഇത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് എത്ര വാല്യൂ ആണ്? സ്ട്രീമിന്റെ സ്പീഡ് 3 യൂണിറ്റ് ആണ്. അപ്പോൾ ഈ കിട്ടുന്ന എന്തിലായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കും. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മീറ്ററിൽ നിന്ന് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വലിയ യൂണിറ്റിലോട്ട് പോകാം. 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? 9, ഇത് 2 വരും, 2 ഇതിനെ 4 ആവും, ഇത് 5 5 5 പോയി നമുക്ക് എത്ര വരും? 3 വരും. അതായത് 3 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും നമ്മളുടെ സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചു പോകും. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആകുമ്പോഴുള്ള കാര്യം, പിന്നെ നമ്മളുടെ ആ ഒരു സ്ട്രീമിന്റെ സ്പീഡും ബോട്ടിന്റെ സ്പീഡും ഈ ഒരു യൂണിറ്റിൽ നിന്ന് എടുക്കുന്നത് പഠിച്ചു പോകും. എക്സ് വൈൻ്റെ ഒന്നും ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഒരു ബോട്ടിന് 60 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ആൻഡ് 40 കിലോമീറ്റർ അപ് സ്ട്രീം ഇൻ 12 മണിക്കൂർ 30 മിനിറ്റ് പോകും. ഇറ്റ് ക്യാൻ ഗോ 84 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ആൻഡ് 63 കിലോമീറ്റർ അപ് സ്ട്രീം ഇൻ ഇത്രയും മിനിറ്റ്സ്. വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ? സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് വേണം. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റും? ട്രൈ ചെയ്ത് നോക്കി. കുറച്ച് കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്, CGL ചോദിച്ചത്. കാൽക്കുലേഷൻ വരും, ട്രൈ ചെയ്ത് നോക്കാം. ഡൗൺ സ്ട്രീം സ്പീഡ് ഡി എന്നും അപ് സ്ട്രീം സ്പീഡ് യു എന്നും കൊടുക്കണം. 60/d അധികം 40/u 12 മണിക്കൂർ, അതായത് 25/2 മണിക്കൂർ. അടുത്ത കേസിൽ, രണ്ടാമത്തെ കേസിൽ എന്താ സംഭവിക്കുന്നത്? 84 ഡൗൺ സ്ട്രീം, 84/d ടൈം ആണ് കേട്ടോ, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ടൈം എന്ന് പറയുന്നത്. അടുത്ത 63/u അതാണ് 18 മണിക്കൂർ 54 മിനിറ്റ്. 54 മിനിറ്റ് എന്ന് പറയുമ്പോൾ 54/60 9/10 9/10 മണിക്കൂറാണ്. 54/60 9/10, അതായത് 18ഉം 9/10 മണിക്കൂറും 189/10 189/10 മണിക്കൂർ. അത് എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ സ്പീഡ് ഓഫ് ദ ബോട്ട്. ബോട്ടിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറഞ്ഞാൽ B+S ആണ്, യു എന്ന് പറഞ്ഞാൽ B-S. ഓക്കെ, എങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ഈക്വലാക്കി ചെയ്യേണ്ടി വരും, വേറെ വഴിയില്ല. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡി എങ്കളെ അപ്പൊ ഇവിടെ 420 84 ഗുണം 5 ഇതേ ഗുണം 7 420 ആണ്. 84 ഗുണം 5 എന്ന് പറയുമ്പോൾ 420 ആണ്. അപ്പൊ ഇവിടെ 7 കൊണ്ട് ഗുണിക്കണം, ഇവിടെ 5 കൊണ്ട് ഗുണിക്കണം, രണ്ടും കൂടെ കുറയ്ക്കണം. അപ്പൊ ഇവിടെ 7 കൊണ്ട് ഗുണിക്കുമ്പോൾ 420/d, 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 420/d, അത് രണ്ട് ക്യാൻസൽ ചെയ്തു. ഇനി ഇവിടെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 315/u, ഇവിടെ 280/u, ഡിഫറൻസ് 35/u. 5 കൊണ്ട് ഇവിടെ ഗുണിച്ചു, 7 കൊണ്ട് ഗുണിച്ചു, രണ്ടും കൂടെ കുറച്ചു. 35/u 315 മൈനസ് 280 35/u. ഇതിന്റെ വാല്യൂ എന്ത് കിട്ടും? 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 189/2 അല്ലെ, 5ഉം 10 കൂടെ /2 ആവും, മൈനസ് 175/2 എന്ന് കിട്ടും. ഇത് 14/2 ആണ്, 7 എന്ന് കിട്ടും. അപ്പോൾ 35/u വാല്യൂ നമുക്ക് 7 എന്ന് കിട്ടും.
അപ്പൊ യു എന്ന് പറഞ്ഞാൽ എന്ത്? യു എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ആണ്. 1 യു എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ആണ്. ബോട്ടിന്റെ ബി മൈനസ് എസ് ആണ്. ബി മൈനസ് എസിന്റെ വാല്യൂ എന്ത് കിട്ടും? ബി മൈനസ് എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ 35/7 5 km/h കിട്ടും. 5 km/h ആണ് ബി മൈനസ് എസ്. അപ്പൊ ബി മൈനസ് എസ് എന്ന് പറഞ്ഞാൽ യുവിന്റെ വാല്യൂ. ഇവിടെ 5 കൊടുക്കുമ്പോൾ നമുക്ക് ഡി എന്ത് കിട്ടും നോക്കിയാൽ പോരെ. 5 കൊടുക്കുമ്പോൾ 40/5 8 എന്ന് കിട്ടും. 25/2 മൈനസ് 8 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം? 16/2. 25/2 മൈനസ് 16/2 അല്ലേ? ഇതൊക്കെ മനസ്സിൽ വരണം. യുവിന് നമ്മൾ 5 കൊടുക്കുമ്പോൾ ഇത് 8 എന്ന് വരും. 8 എന്ന് പറഞ്ഞാൽ നമുക്ക് 16/2 എന്ന് എഴുതാം. കാര്യം ഡിനോമിനേറ്റർ സെയിം ആക്കില്ല. അപ്പോൾ 25/2 മൈനസ് 16/2 9/2. അപ്പോൾ 60/d വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 9/2 കിട്ടും. ഇപ്പൊ ഡി എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറഞ്ഞാൽ ബി പ്ലസ് എസ് ആണ്. അപ്പൊ ബി പ്ലസ് എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 120. ഇത് 3 വെച്ചിട്ടുമ്പോൾ ഇവിടെ 3 വരും, ഇവിടെ 3 വരും, ഇവിടെ 20 വരും. അപ്പം 40/3. ബി പ്ലസ് എസിന്റെ വാല്യൂ 40/3 വരും. അപ്പൊ ബി പ്ലസ് എസും കിട്ടി, 40/3 km/h. ബി പ്ലസ് എസും കിട്ടി, ബി മൈനസ് എസും കിട്ടി. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ബോട്ട്? രണ്ടുകൂടെ കൂട്ടിയിട്ട് പകുതി. ബോട്ടിന്റെ സ്പീഡും നമ്മുടെ അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും കിട്ടി, രണ്ടുകൂടെ കൂട്ടിയിട്ട് പകുതി. 40/3 പ്ലസ് 5 അതായത് 55/3 അതിന്റെ പകുതി. 55/6 കിട്ടും. അതായത് ഏകദേശം 54/2 ആണ് കേട്ടോ. 54/6 എന്ന് പറയുമ്പോൾ 9 ആണ്. ഏകദേശം 9ന്റെ അടുത്ത് വരും. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. ഇത് കുറച്ച് കാൽക്കുലേറ്റീവ് ക്വസ്റ്റൻ ആണ്. എത്ര സ്പീഡിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ വേറെ ഷിഫ്റ്റ് മെത്തേഡ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഷിഫ്റ്റ് മെത്തേഡ് ചെയ്താലും നിങ്ങൾ കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിൽ, ഡെയിലി എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, മാത്സിന് എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ വേഗത്തിൽ എഴുതി ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കുറച്ച് സ്ലോ ആയിട്ട്, ഇന്ന് ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. കുറേ പേർക്ക് നമ്മൾ സ്പീഡിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ വേണ്ട, മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്, സ്ലോ ആയിട്ട് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ 2 ക്വസ്റ്റ്യൻസ് ഹോംവർക്കായിട്ട് ചെയ്തു നോക്കുക. 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒന്ന് ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ് നമ്മൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ചാപ്റ്റർ ചെയ്യാം. പിന്നെ ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, കിട്ടുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഹോംവർക്കിന്റെ സൊല്യൂഷൻ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചെയ്യാം. ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ പറയുക കേട്ടോ. അല്ലെങ്കിൽ ആൻസർ കമന്റ് ആയിട്ട് പറയാം. ഓക്കെ, ഇതും ഹോംവർക്കായിട്ട് ക്വസ്റ്റ്യനുകളുണ്ട്, ഹോംവർക്കായിട്ട് ചെയ്യാം. അപ്പോൾ കമന്റ് ആയിട്ട് നിങ്ങളുടെ ആൻസർ കമന്റ് ആയിട്ട് പറയാം, ഫീഡ്ബാക്കുകൾ കമന്റ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.